ഹലോ ഗൈസ്, ഈ ഒരു പപ്പായ വെച്ച് നമുക്ക് ഫേഷ്യൽ ചെയ്താലോ? ആദ്യമായി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ പപ്പായന്ന് 2-3 പീസ് എടുത്ത് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. അതാണ് നമ്മുടെ ഓൾ ഫേഷ്യലിൻ്റെ ബേസ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പപ്പായയും പാലും കൂടി ചേർത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ചെയ്യണം. അപ്പോൾ പപ്പായയും പാലും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ സർക്കുലർ മോഷനിൽ ഒരു 1 to 2 മിനിറ്റ്സ് നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലോണം കഴുകി മുഖം പാഡ് ഡ്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ്. ഇതിന് തരിതരിപ്പുള്ള നല്ല അരിപ്പൊടിയും പിന്നെ കുറച്ച് പപ്പായയും പാലും കൂടി മിക്സ് ചെയ്യുക. ദെൻ ഫേസിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ള സ്ഥലത്ത് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ്. അതൊക്കെ സ്ക്രബ് ചെയ്ത് നല്ലോണം ഫേസ് വാഷ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു മസാജ് ക്രീം പ്രിപ്പയർ ചെയ്യണം. അതിന് കുറച്ച് കടലപ്പൊടിയും പപ്പായയും പാലും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് മസാജ് ചെയ്യാം. ഒരിക്കലും താഴേക്ക് മസാജ് ചെയ്യരുത്, നമ്മുടെ ഫേസ് സാഗ് ചെയ്ത് പോവും. താഴെ നിന്ന് മുകളിലേക്ക് വേണം ഫേസ് ആണെങ്കിലും നെക്കാണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ദെൻ മസാജ് ചെയ്തതിന് ശേഷം ഫേസ് നല്ലോണം വാഷ് ചെയ്ത് പാഡ് ഡ്രൈ ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ കുറച്ച് പപ്പായ എടുക്കുക. അതായത് നമ്മൾ ഒരു ഫേസ് മാസ്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പപ്പായയും സാൻഡൽ പൗഡറും മിൽക്കും പിന്നെ കുറച്ച് പയറുപൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫേസിലും നെക്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരിക്കലും മസാജ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ കൈവച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ഫേസിലും നെക്കിലും ഇതിങ്ങനെ ചെയ്ത് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്ത് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും, ഈവൺ ആകും, സോഫ്റ്റ് ആവും, സപ്പിളാവും.